നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ ചോദ്യം ചെയ്യില്ലെന്നും സുരേഷ് ഗോപി. വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴി രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. കാട്ടാന ഭീതി ഒഴിയാതെ കുതിരാൻ. വാണിയമ്പാറ പെരുന്തുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാനക്കൂട്ടമിറങ്ങി. പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായിമരക്കാർ വീട്ടിൽ ഷാബിറിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ഒന്നാംകല്ലിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചങ്ങാലി വീട്ടിൽ മാധവാണ് മരിച്ചത്. പാമ്പുകടിയേറ്റതായി സംശയം. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി താൻ നിലകൊള്ളുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മണ്ഡലത്തിൽ താൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികൾക്ക് നിസ്സഹകരണം നേരിടുന്നതായി സുരേഷ് ഗോപി. ഇരിങ്ങാലക്കുട കാറളം പഞ്ചായത്തിൽ മത്സ്യബന്ധന തൊഴിലാളിയായ കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാധ്യമങ്ങളിൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രിയുടെ നടപടി. ഇരിങ്ങാലക്കുടയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് KR ശ്രീകുമാർ, R ഷാനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുറാഞ്ചേരിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. മുളങ്ങുന്നുകാവ് സ്വദേശി മുളങ്ങുന്നുകാവ് വീട്ടിൽ ശ്രീജേഷ്, മാള പുത്തഞ്ചിറ മണപ്പാട്ടുപറമ്പിൽ ജഗന്നാഥൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അശാസ്ത്രീയവും സാധാരണ ജനങ്ങൾക്ക് അപ്രായോഗികവുമായ ലേണിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പ്രക്ഷോഭത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൃശൂർ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിൽ MP ഫണ്ട് ഉപയോഗിച്ചുള്ള 2 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, വാർഡ് മെമ്പർ KT ഹിതേഷ് തുടങ്ങിയവർ സന്നിധരായിരുന്നു. INTUC മുൻ മണ്ഡലം പ്രസിഡന്റ് CK രാമചന്ദ്രന്റെ 2ാം ചരമവാർഷികം വടക്കാഞ്ചേരി ടൗണിൽ INTUC ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ആചരിച്ചു. ഓട്ടോമൊബൈൽ സഹകരണ സംഘം പ്രസിഡന്റ് TP ഗിരീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് 7ാം വാർഡ് നെടുമല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം MLA UR പ്രദീപ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോയിൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ ലെവൽ കോയിൻ ആൻഡ് കറൻസി എക്സിബിഷൻ ഈ മാസം 7, 8, 9 തീയതികളിൽ നടക്കും. ശ്രീശങ്കര ഹാളിൽ നടക്കുന്ന എക്സിബിഷൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. മാനവ വിഭവശേഷി ഭരണശാസ്ത്രത്തിൽ എറവ് കപ്പൽപ്പള്ളി വികാരി ഫാദർ റോയ് വടക്കന് ഡോക്ടറേറ്റ്. കന്യാകുമാരി നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് നേടിയത്. തൃശൂർ നാഥബ്രഹ്മം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 8 സംഗീത സന്ധ്യ സംഘടിപ്പിക്കും. സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗീത സന്ധ്യ വീണ വിദ്വാൻ A. അനന്തപത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ചാവക്കാട് ഉപജില്ലാ കലോത്സവം എടക്കയൂർ CD സാഹിബ് സ്കൂളിൽ തുടരുന്നു. ബാൻഡ് മേള മത്സരത്തിൽ 3 ടീമുകളാണ് മത്സരിച്ചത്. മത്സരത്തിൽ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ജേതാക്കളായി. വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ ഭാഗമായി തലപ്പള്ളി താലൂക്കിൽ എന്യൂമറേഷൻ ഫോം വിതരണം ആരംഭിച്ചു. സംവിധായകൻ ലാൽ ജോസിന് എന്യൂമറേഷൻ ഫോം നൽകി തഹസിൽദാർ C. സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ അധ്യക്ഷനായിരുന്നു. എടത്തുരുത്തി പഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി നവീകരിച്ച് കമ്പ്യൂട്ടർവൽക്കരിച്ചതിന്റെ ഉദ്ഘാടനം സംവിധായകൻ MN വിനയകുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർവശിക്ഷ കേരള നടപ്പിലാക്കിയ സ്റ്റാർസ് പദ്ധതി പ്രകാരം വിനോദോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം K. ബാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരുവില്ലാമല വില്ലുവാതിരിനാഥ ക്ഷേത്രത്തിൽ റെസ്റ്റ് റൂം, ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തിരുവില്ലാമല പഞ്ചായത്തും ആനമല നീന്തൽ അക്കാദമിയും സംയുക്തമായി നടത്തുന്ന നീന്തൽ പരിശീലന പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ ഉദ്ഘാടനം ചെയ്തു.
ഗുരുവായൂർ ദേവസ്വം കീഴേടമായ കാവീട് കാർത്യായനി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നപരിഹാര ക്രിയകൾക്ക് തുടക്കമായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിന് കീഴിൽ റഫറൻസ് ലൈബ്രറി ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹൻ ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറെ വെള്ളാനിക്കര ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നടന്ന 19ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. 7 ദിവസങ്ങളിലായി നടന്ന സപ്താഹത്തിന് തണ്ണീർമുക്കം സന്തോഷ് കുമാർ യജ്ഞാചാര്യനായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാനറ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ തൃശൂർ റീജിയണൽ ഓഫീസിന് മുന്നിൽ സായാഹ്ന ധർണ നടത്തി. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെറിൻ കെ ജോൺ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂറ്റുപുഴയിലെ മണലെടുപ്പ് തടയുക, പാലം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിന് സ്ഥാപിച്ച അലങ്കാര പന്തൽ റോഡിലേക്ക് തകർന്നു വീണ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഇതര സംസ്ഥാന തൊഴിലാളി പ്രദീപിനാണ് പരിക്കേറ്റത്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള വിതരണത്തിന്റെ കാര്യക്ഷമതയ്ക്കായുള്ള വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി സാന്ത്വന സ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അവാർഡിന് പരിഗണിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. പാലിയേറ്റീവ് സേവന മേഖലയിൽ ലാഭശേഷിയില്ലാത്ത പ്രവർത്തിക്കുന്ന രജിസ്ട്രേർഡ് കേന്ദ്രങ്ങളിലെ സേവന നിരതരായ ഡോക്ടർ, നഴ്സ്, വളണ്ടിയർ എന്നിവരെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വിങ്കടൻ പഞ്ചായത്ത് 14ാം വാർഡിലെ 10ാം നമ്പർ അംഗനവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര ഗാനരംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയ മോഹൻ സിത്താരയെ പാട്ടുപീടികയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കും. ഞായറാഴ്ച വൈകിട്ട് 4-ന് സാഹിത്യ അക്കാദമിയിൽ ആദരം നടക്കും. വിയൂർ പരിസരത്ത് നിന്ന് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകൻ സ്കൂട്ടർ തട്ടിയെടുത്തതായി സംശയം. വിയൂർ സമാജം റോഡിലെ താമസക്കാരനായ TK സുരേന്ദ്രന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് പള്ളിമേപ്പുറം തിപ്പിലശ്ശേരി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. നവകേരള സദസ്സിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ 2.5 കോടി രൂപ ചെലവഴിച്ച് BMBC നിലവാരത്തിലുള്ള ഇരുമ്പപ്പെട്ടി പഴവൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം പടിഞ്ഞാറെ വെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് 17ാം നമ്പർ 8 അംഗനവാടിയുടെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് അധ്യക്ഷത വഹിച്ചു. ദേശീയപാത പാണഞ്ചേരിയിൽ കാർ തലകീഴായി മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബംഗളൂരുവിൽ നിന്ന് വല്ലപ്പാട്ടേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സ്ഥലമുടമ മതിയായ സൗകര്യം ഒരുക്കി നൽകാത്തതിനാൽ പൂങ്കുന്നം ദേവി നഗറിലെ ശ്രീറാം അപ്പാർട്ട്മെന്റിലെ താമസക്കാർ ദുരിതത്തിൽ. അപ്പാർട്ട്മെന്റിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെന്ന് ജനറേറ്റർ ഇല്ലാത്തതിനാൽ വൈദ്യുതി നിലയ്ക്കുമ്പോൾ ആളുകൾ ലിഫ്റ്റിൽ കുടുങ്ങുന്നതും പതിവാണെന്ന് താമസക്കാർ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.